Question. The number of telephone calls received at a telephone switchboard in 1 minute interval follows a Poisson distribution with mean 3. Find the probability that the number of calls received in 1 minute is at least 2, at most 2. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ടെലിഫോൺ സ്വിച്ച് ബോർഡിൽ 1 മിനിറ്റ് ഇന്റർവെല്ലിൽ വരുന്ന ടെലിഫോൺ കോളുകളുടെ എണ്ണത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഇന്റർവെൽ ഓഫ് ടൈമിൽ നടക്കുന്ന നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ആൻ ഇവന്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം അതൊരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പം എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് ഇൻ 1 മിനിറ്റ്. അതാണ് നമ്മളെ റാൻഡം വേരിയബിൾ എക്സ്. അതൊരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. ആൻഡ് വിത്ത് മീൻ 3. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. മീൻ എന്ന് പറയുന്നത് 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും പിന്നെ അതിന്റെ പാരാമീറ്റർ ആയിട്ടുള്ള ലാംഡയ്ക്ക് തുല്യമാണ്. അപ്പൊ മീൻ 3 എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് പറയുന്ന പാരാമീറ്റർ 3 എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പറയാം ഹിയർ എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 3 അല്ലെ. അപ്പൊ അതിന്റെ പി എം എഫ് നമുക്ക് എഴുതാം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫിന്റെ പാറ്റേൺ എന്താണ്? എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് ആക്ച്വലി. അതായത് റാൻഡം വേരിയബിൾ എക്സ് സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ പി എം എഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്, where x takes the value 0, 1, 2, 3 etc. up to infinity. അപ്പം ഇവിടെ എക്സ് ഫോളോ ചെയ്യുന്നത് പി വിത്ത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 3 ആണ്, P3 ആണ് അല്ലെ. അപ്പൊ അതിന്റെ പി എം എഫ് എന്താണ്? എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അത് എത്രയാണ്? ഇ റേസ് ടു മൈനസ് 3, 3 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ, എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ്, ദാറ്റ് ഇസ് നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് ഇൻ 1 മിനിറ്റ് ഇന്റർവെൽ. അതിന്റെ പി എം എഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് നോക്കാം. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഓഫ് കോൾസ് റിസീവ്ഡ് ഇൻ 1 മിനിറ്റ് ഇസ് അറ്റ് ലീസ്റ്റ് 2 കോൾസ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് ഇന്റർവെൽ. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുങ്ങിയത് 2 കോളുകൾ വരിക അല്ലെ. അപ്പം നമുക്ക് എന്ത് പറയാം? 2 or more കോൾസ് എന്ന് പറയും. ചുരുങ്ങിയത് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അതിലധികമോ കോളുകൾ വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 or more കോൾസ് എന്ന് നമുക്ക് പറയാം. 2 or more എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എക്സിന്റെ ടേംസിൽ പറയണം. നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അറിയുന്നത് റാൻഡം വേരിയബിൾ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോൾസ്, അതായത് എക്സിന്റെ വാല്യൂ 2 അതിലധികമോ ആവുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി അല്ലെ. അപ്പൊ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2? അങ്ങനെ വന്നാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റ് ടേംസ് വരും. അത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇതിന്റെ കോംപ്ലിമെന്റിന്റെ ടേംസിൽ എഴുതാം. ദിസ് ഇസ് 1 മൈനസ് probability of x greater than or equal to 2 ന്റെ കോംപ്ലിമെന്റ്, probability of x less than 2 എന്ന് നമുക്ക് എഴുതാം. That is equal to 1 minus what is probability of x less than 2? Probability of x less than 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് വരും? നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം. x 0 ആവാം, or ഇപ്പൊ പ്ലസ് അല്ലെ. probability of x 1 ആവാം, probability of x is equal to 1 പ്ലസ് 1 അല്ല, എത്ര മതിയുള്ളൂ അല്ലെ. എക്സ് ലെസ് ദാൻ 2 വരെയുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് 3 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലോ ഇ റേസ് ടു മൈനസ് 3 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ ആണ് അല്ലെ. ദാറ്റ് ഈസ് 1 മൈനസ് ഇവിടെ ഇ റേസ് ടു മൈനസ് 3 കോമൺ ഫാക്ടർ ആണ്, അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഇവിടെ എന്ത് വരും? 3 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ, അത് 1 ആണ്, പ്ലസ് ഇവിടെ ബാക്കി 3യും ബാക്കിയുണ്ട് അല്ലെ. 3 ബൈ 1 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 3, ഓർ ദിസ് ഇസ് 1 മൈനസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3 എന്നാണ് വരും. ദാറ്റ് ഈസ് 1 മൈനസ്
4 ഇൻറ്റു e⁻³ വാല്യൂ ഒന്നില്ലെങ്കിൽ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പേജ് നോക്കിയിട്ട് അവിടുന്ന് e⁻³ കണ്ടുപിടിക്കും. അതെങ്ങനെയാ ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ വാല്യൂസ് ഓഫ് e⁻⁻ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അതായത് m ഓരോ 0, 1 to 7 വരെ ആകുമ്പോഴുള്ള e⁻⁻ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് e⁻³ വാല്യൂ ആണ്. അതായത് m 3 ആകുമ്പോഴുള്ള e⁻⁻ വാല്യൂ, ദാറ്റ് ഈസ് 0.0498. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ടേബിൾ വാല്യൂ. ദിസ് ഇസ് 1 - 4 ഇൻറ്റു e⁻³ കിട്ടിയത് നമുക്ക് എഴുതാം 0.0498 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 0.1992 എന്നാണ് വരുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് 0.0008. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 കോൾസ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 കോൾസ് എന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 കോൾസ്, അതായത് കൂടിയത് 2 കോൾസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ കൂടിയത് 2 എന്ന് പറഞ്ഞാൽ 2 അതിൽ കുറവോ കോൾസ് എന്നാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് 2 ഓർ ലെസ് കോൾസ്, 2 അതിൽ കുറവ് കോൾസോ കിട്ടുക എന്നാണ്. അപ്പൊ നമുക്ക് എക്സിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എക്സ് ആണ് നമ്പർ ഓഫ് കോൾസ്, നമ്പർ ഓഫ് കോൾസിന്റെ എണ്ണം 2 അതിൽ കുറവോ വരിക. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വാല്യൂസേ വരുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആവും, ഓർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആവും, ഓർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ആവും അല്ലേ. അപ്പൊ ഇവിടെ പിന്നെ ആ കോംപ്ലിമെന്റിന്റെ മെത്തേഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രോബബിലിറ്റി കൊടുക്കാം. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻³ 3 × 0/0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ e⁻³ 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ് e⁻³ 3/2 കാരണം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ് e⁻³ 3/x/x. അതിന് നമ്മൾ f of x എന്ന് വിളിക്കുന്നു. ഇത് f of 2 ആയിരിക്കും, ഇത് f of 1 ആയിരിക്കും, ഇത് f of 0 ആയിരിക്കും അല്ലെ. ദിസ് ഈസ് ഈക്വൽ ടു, ഇതിലെല്ലാത്തിലും e⁻³ എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. അയാൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുന്നു. അപ്പോൾ ബാക്കി എന്താ വരിക ബ്രാക്കറ്റിൽ? ഇവിടെ 3/0/0 ദാറ്റ് ഇസ് 1 പ്ലസ് ഇവിടെ 3 എന്ന് വരും. ആൻഡ് ഇവിടെ എന്ത് വരും? 3² അതായത് 9/2 എന്ന് വരും. ദാറ്റ് ഇസ് 4.5. or this is equal to e⁻³ ഇൻറ്റു ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8.5 എന്നാണ് വരുന്നത്. അപ്പോൾ e⁻³ ഇൻറ്റു 8.5, e⁻³ നമുക്ക് കിട്ടിയതാണ് നേരത്തെ 0.0498 ഇൻറ്റു 8.5 എന്നാണ് വരിക. ആൻഡ് ദ ആൻസർ ഇസ് 0.4233. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ ഹയർ ഫേം ഹാസ് 2 cars which it hires out day by day. The number of demands for a car on each day is distributed as a Poisson distribution with mean 1.5. Calculate the proportion of days on which neither car is used. Second question, some demands are refused. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതായത് ഒരു കാർ ഹയർ ഫേമിന് 2 കാറുകളാണ് അവർ വാടകയ്ക്ക് കൊടുക്കുന്നത് അല്ലേ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന വിവരം. പിന്നെ നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിമാൻഡ്സ് ഫോർ ദി കാർ, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന കാറുകൾക്ക് വേണ്ടി വരുന്ന ഡിമാൻഡുകളുടെ എണ്ണം, അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് വിത്ത് മീൻ 1.5. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിമാൻഡ്സ് അല്ലേ. ഇതാണ് നമ്മുടെ പോയ്സോൺ റാൻഡം വേരിയബിൾ വിത്ത് മീൻ 1.5 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മീൻ ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പാരാമീറ്റർ ലാംഡ. അപ്പം ലാംഡ ഇവിടെ 1.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 1.5.
അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ PMF നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആക്ച്വലി ഇറ്റ് ഈസ് എന്താണ് പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ്, അതായത് നമ്മുടെ നമ്പർ ഓഫ് ഡിമാൻഡ്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ആവാനുള്ള പ്രോബിലിറ്റീനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ലാംഡ, ഇവിടെ ലാംഡ 1.5 ആണ്, ലാംഡ റേസ് ടു എക്സ് 1.5 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ നമ്പർ ഓഫ് ഡിമാൻഡ്സിൻ്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ്, അത് പ്രൊപ്പോർഷൻ ഓഫ് ഡേയ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി കണ്ടാൽ മതി, അത് തന്നെയാണ് പ്രൊപ്പോർഷൻ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നൈദർ കാർ ഈസ് യൂസ്ഡ്, അതിനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് നൈദർ കാർ ഈസ് യൂസ്ഡ്, നൈദർ കാർ ഈസ് യൂസ്ഡ്, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമ്മളെ കയ്യിൽ എത്ര കാറുകളാണുള്ളത്? 2 കാറുകളാണുള്ളത്. 2 കാറുകളും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം 2 കാറും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മളപ്പോൾ നോക്കി നമ്മളെ റാൻഡം വേരിയബിൾ എക്സിൻ്റെ ടേംസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. കാരണം എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് അറിയുന്നത് അല്ലേ. അവിടെ എക്സ് എന്താണ്? നമ്പർ ഓഫ് ഡിമാൻഡ്സ് ആണ്. അപ്പോൾ ഒരു കാറും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ 2 കാറുകളാണുള്ളത്. അപ്പോൾ ഒരു കാറും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വന്നിരിക്കുന്ന ഡിമാൻഡുകളുടെ എണ്ണം, ഒരു ഡിമാൻഡും വന്നിട്ടില്ല എന്നല്ല അർത്ഥം. ഒരു കാറും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡും വന്നിട്ടില്ല. അപ്പോൾ ഡിമാൻഡുകളുടെ എണ്ണം എന്താണ്? 0 ആണ്. അങ്ങനെ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പ്രോബിലിറ്റി ദാറ്റ് നൈദർ കാർ ഈസ് യൂസ്ഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ്, നമുക്ക് അറിയുന്ന റാൻഡം വേരിയബിളിൻ്റെ ടേംസിൽ നമ്മൾ എഴുതുന്നു പ്രോബിലിറ്റി ഓഫ് നമ്പർ ഓഫ് demands is equal to 0. There is no demand. Number of demands is equal to 0. Number of demands ആണ് നമ്മളെ റാൻഡം വേരിയബിൾ എക്സ്. There is probability that x is equal to 0. അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചത് പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആവാനുള്ള പ്രോബിലിറ്റിയാണ്. വിച്ച് ഇസ് ഇ റേസ് ടു മൈനസ് 1.5 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് 1.5 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 1.5 റേസ് ടു 0 1 ആണ്, 0 ഫാക്ടോറിയലും 1 ആണ്. അപ്പോൾ ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് 1.5. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേബിൾസ് ഉപയോഗിച്ചിട്ടും ഈ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ തന്നിരുന്നത് ഇ റേസ് ടു മൈനസ് 1.5 ആണ് അല്ലേ. ഇ റേസ് ടു മൈനസ് 1.5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ, ഇ റേസ് ടു മൈനസ് എമ്മിൻ്റെ ടേബിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എമ്മിൻ്റെ വാല്യൂ 1.5 നോക്കണം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 1 ഉണ്ട്, 1ൽ 0.5 നോക്കുക. അപ്പോൾ എന്താ വരുന്നത്? മൈനസ് 0.2231. ഇ റേസ് ടു മൈനസ് 1.5ൻ്റെ വാല്യൂ എന്താണ്? 0.2231. അത് നമുക്ക് അവിടെ എടുത്തെഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 0.2231. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ദാറ്റ് സം ഡിമാൻഡ് ഇസ് റെഫ്യൂസ്ഡ്, സം ഡിമാൻഡ് ഇസ് റെഫ്യൂസ്ഡ്, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ കുറച്ച് ഡിമാൻഡുകൾ നമുക്ക് റെഫ്യൂസ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അതിനുള്ള സാധ്യത എന്താണ്? എപ്പോഴാണ് അപ്പോൾ ഡിമാൻഡ് നമ്മൾ റെഫ്യൂസ് ചെയ്യേണ്ടി വരിക? നമ്മളെ കയ്യിൽ എത്ര കാറുകളെ വാടകയ്ക്ക് കൊടുക്കാനുണ്ടുള്ളൂ? 2 കാറുകളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഡിമാൻഡ് റെഫ്യൂസ് ചെയ്യണമെങ്കിൽ 2-ലധികം ഡിമാൻഡുകൾ വന്നാലാണ് അല്ലേ. 2 കാറുകളുടെ വരെ ഡിമാൻഡുകൾ വന്നാൽ നമുക്ക് റെഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 2 കാറുകൾ വരെ നമുക്ക് കൊടുക്കാൻ കയ്യിലുണ്ട്. എന്നാൽ 2-ലധികം കാറുകളുടെ ഡിമാൻഡുകൾ വന്നാലാണ് നമ്മൾ ഡിമാൻഡിനെ റെഫ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഡിമാൻഡുകൾ റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിമാൻഡ്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയും. 2-നെക്കാട്ടും കൂടുതൽ ഡിമാൻഡുകൾ വരിക എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് നമ്പർ ഓഫ് ഡിമാൻഡ്സ് ഗ്രേറ്റർ ദാൻ 2 മീൻസ് പ്രോബിലിറ്റി ഓഫ് നമ്പർ ഓഫ് ഡിമാൻഡ്സിനെയാണ് നമ്മൾ എക്സ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്ന മാതിരി എക്സിൻ്റെ വാല്യൂ 2-നെക്കാട്ടും കൂടുതലാവുക പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4, അങ്ങനെ ഇൻഫിനിറ്റ് ടേംസ് വരും. അപ്പം നമ്മൾ ആ കോംപ്ലിമെൻറ്റിൻ്റെ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കും.
is equal to 1 minus probability of x less than or equal to 2. That is 1 minus probability of x less than or equal to 2 എന്ന് പറഞ്ഞാൽ probability of x is equal to 0 or ഇപ്പോൾ പ്ലസ് ഇടാം probability of x is equal to 1 or that is plus probability of x is equal to 2. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. that is equal to 1 minus probability of x is equal to 0 is e raised to minus 1.5 1.5 raised to 0 by 0 factorial plus probability of x is equal to 1 is e raised to minus 1.5 1.5 raised to 1 divided by 1 factorial plus probability of x is equal to 2 is e raised to minus 1.5 1.5 raised to 2 by 2 factorial എന്നാണ് വരുന്നത്. that is equal to 1 minus e raised to minus 1.5നെ കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ബാക്കി 1 വരും പ്ലസ് 1.5 പ്ലസ് ഇവിടെ 1.5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ. 1.5 ഹോൾ സ്ക്വയർ ദറ്റ് ഇസ് 2.25 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ റേസ് ടു മൈനസ് 1.5ൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.2231 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ദിസ് ഇസ് 1 മൈനസ് 0.2231 ഇൻറ്റു ഇവിടെ എല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 3.625 എന്നുള്ള വാല്യൂ ആണ്. ആൻഡ് ദ ആൻസർ ഇസ് 0.1912. അതാണ് നമ്മളെ റിക്വയർഡ് പ്രോബബിലിറ്റി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇൻ എ ടൗൺ 20 ആക്സിഡൻറ്റ്സ് took place in a span of 200 days. Assuming that the number of accidents in a day follows a Poisson distribution, find the probability that there will be 3 or more accidents in a day. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് 20 ആക്സിഡൻസ് ആണ് 200 ദിവസത്തിൻ്റെ സ്പാനിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 200 ദിവസങ്ങൾ 200 ഡേയ്സിൽ എത്ര ആക്സിഡൻസ് സംഭവിച്ചിരിക്കുന്നു? 20 ആക്സിഡൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഡേ ഒരു ദിവസത്തിൽ എത്ര ആക്സിഡൻസ് ഉണ്ടാവും? ഓൺ ആൻ ആവറേജ് 20 ഡിവൈഡഡ് ബൈ 200 ദറ്റ് ഈസ് ഈക്വൽ ടു 0.1 ആക്സിഡൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് ഓൺ ആൻ ആവറേജ് പറയാം അല്ലേ. അപ്പോൾ കാരണം നമ്മൾ ഇതെടുക്കാൻ കാര്യം ഒരു ദിവസത്തിൽ തരുന്ന ആവറേജ് നമ്പർ ഓഫ് ആക്സിഡൻസിൻ്റെ എണ്ണം എടുക്കാൻ കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻ എ ഡേ ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻ എ ഡേ, ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന ആക്സിഡൻസിൻ്റെ എണ്ണം ഇൻ എ ഡേ. അതാണ് നമ്മൾ പോയ്സോൺ റാൻഡം വേരിയബിൾ. അതിൻ്റെ ആവറേജ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു 0.1 അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിന് തുല്യമാണ്, ആവറേജിന് തുല്യമാണ്, ദാറ്റ് ഇസ് 0.1. അപ്പം നമ്മളെ കയ്യിലുള്ള ആക്സിഡൻസിൻ്റെ എണ്ണം, ഒരു ദിവസത്തിലുള്ള ആക്സിഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് അറിയാം. അപ്പോൾ അവരുടെ PMF നമുക്ക് എഴുതാം. PMF f of x, ദാറ്റ് ഇസ് ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. റാൻഡം വേരിയബിൾ എക്സ്, അതായത് ആക്സിഡൻറ്റുകളുടെ എണ്ണം അത് സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ആക്ച്വലി എഴുതുന്നത്. ദാറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് ലാംഡ, ദാറ്റ് ഇസ് ഇ റേസ് ടു 0.1 റേസ് ടു എക്സ്, ലാംഡ റേസ് ടു എക്സ് ഉണ്ട് അല്ലേ, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് ആക്സിഡൻറ്റുകളുടെ എണ്ണം ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ PMF വരുന്നത്. വേർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്തിൻ്റെയാണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദർ വിൽ ബി 3 or more ആക്സിഡൻറ്റ്സ് ഇൻ എ ഡേ. അപ്പോൾ നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് 3 or more ആക്സിഡൻറ്റ്സ്, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ഇതിനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക പറഞ്ഞാൽ ആക്സിഡൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് 4 ആവാം, 5 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, അങ്ങനെ ഇൻഫിനിറ്റ് ടേംസ് വരും. അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് ഇവിടെ എഴുതും അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ്
പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 വരെ വരും. ഇവിടെ എക്സ് ലെസ് ദാൻ 3 ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ 2 വരെ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 0.1 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. അതുമാതിരി ഇവിടെ ഇ റേസ് ടു മൈനസ് 0.1 റേസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ. സോറി 1 ഫാക്ടോറിയൽ ആണ്, ഇവിടെ 1 ആണ്, ബൈ 1 ഫാക്ടോറിയൽ. ആൻഡ് ഇവിടെ വരുമ്പോഴാണ് ഇ റേസ് ടു മൈനസ് 0.1 റേസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരുന്നത്. ഇങ്ങനെ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് നമുക്ക് ഇ റേസ് ടു മൈനസ് 0.1 പുറത്തേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ 1 വരും, ഇവിടെ 0.1 റേസ് ടു 1 ആണ് ഇവിടെ, അപ്പോൾ ഇവിടെ 0.1 വരും. ആൻഡ് അടുത്ത ടേമായിട്ട് വരുന്നത് 0.1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 0.005 ആണ് വരുന്നത്. ഓർ ദിസ് ഇസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 0.1 ഇൻറ്റു ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവരെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1.105 ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് നമുക്ക് ഇ റേസ് ടു മൈനസ് 0.1 വാല്യൂ കണ്ടുപിടിക്കാം. ഇ റേസ് ടു മൈനസ് 0.1 എന്ന് പറഞ്ഞാൽ നമ്മൾ എമ്മിൻ്റെ വാല്യൂ 0-ൽ 0.1 നോക്കുന്നു. അപ്പോൾ 0.9048 എന്നാണ് നമുക്കിവിടെ ടേബിൾ വാല്യൂ വരുന്നത്. ഇവിടെ 0.9048 ഇൻറ്റു 1.105. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 1 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ 0.0002 എന്ന് നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് മാനുഫാക്ചേർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ് എക്സാക്ട്ലി 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കുന്ന ഇലക്ട്രിക് ബൾബുകളിൽ 3% ഡിഫക്റ്റീവ് ബൾബ്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു കമ്പനി ഒരു ബൾബ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒരു ബൾബ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഐദർ എ ഡിഫക്റ്റീവ് ബൾബ് ഓർ ഇറ്റ് ക്യാൻ ബി എ നോൺ ഡിഫക്റ്റീവ് ബൾബ്, അല്ലേ? അപ്പോൾ ഒരു ബൾബിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളെ റാൻഡം എക്സ്പെരിമെൻ്റ് എങ്കിൽ ഇറ്റ് ഹാസ് 2 പോസിബിൾ ഔട്ട്കംസ്, അല്ലെങ്കിൽ ഔട്ട്കംസിനെ നമുക്ക് 2 കേസുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഡിഫക്റ്റീവ് ആവുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഫക്റ്റീവ് ആവുന്നതിനെ നമുക്ക് സക്സസ് എന്നും നോൺ ഡിഫക്റ്റീവ് ആവുന്നതിനെ ഫെയിലിയർ എന്നും നമുക്ക് എടുക്കാം, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3% ബൾബുകളാണ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 3% ബൾബ്സ് ആർ ഡിഫക്റ്റീവ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ബൾബ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, നമുക്ക് സ്മോൾ ലെറ്റർ പി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/100, ദാറ്റ് ഈസ് 0.03. അപ്പോൾ അങ്ങനെയാണെന്ന് ക്യൂ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ വിൽ ബി 1 മൈനസ് പി, ദാറ്റ് ഈസ് 0.97. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്ന ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് സെലക്ഷൻ ഓഫ് എ ബൾബ്, അല്ലേ? അതിൻ്റെ ഔട്ട്കംസിനെ നമുക്ക് 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഐദർ ഇറ്റ് ക്യാൻ ബി എ ഡിഫക്റ്റീവ് ബൾബ് ഓർ ഇറ്റ് ക്യാൻ ബി എ നോൺ ഡിഫക്റ്റീവ് ബൾബ്, ദാറ്റ് ഈസ് സക്സസ് ആൻഡ് ഫെയിലിയർ എന്നുള്ള പാറ്റേണിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വിത്ത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഇലക്ട്രിക് ബൾബ് ഇസ് 0.03. അപ്പോൾ ഇങ്ങനെ ഒരു ബൾബിൻ്റെ സെലക്ഷനാണ് നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്ര ബൾബുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? n ബൾബ്സ്, ദാറ്റ് ഈസ് 100 ബൾബ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു ഈ ബൾബ് സെലക്ഷൻ എന്ന് പറയുന്നതിൻ്റെ n റിപ്പീറ്റേഷൻസ്, 100 റിപ്പീറ്റേഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക? ഇവിടെ സക്സസ് എന്നും ഫെയിലിയർ എന്നും പറയുന്ന ഒരു ബെർണോളി ട്രയൽ, അതിൻ്റെ n റിപ്പീറ്റേഷൻ 100 റിപ്പീറ്റേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് സക്സസസ്, ദിസ് വിൽ ഫോളോ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n എന്ന് പറയുന്ന നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ, ഹിയർ ഇറ്റ് ഈസ് 100 ആൻഡ് p ഇസ് ഈക്വൽ ടു 0.03. അതായത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് n is equal to 100 and p is equal to 0.03.
ഇപ്പം നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ n എത്രയാണ്? വിത്ത് n is equal to 100. n ലാർജ് ആണ്. അതായത് 30 ആൻഡ് എബവ് ഉള്ള n ഒക്കെ നമ്മൾ ലാർജ് എണ്ണുകളായിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് n ലാർജ്. ആൻഡ് p എന്ന് വന്നിരിക്കുന്നത് p is equal to 0.03. അതായത് p ഒരു സ്മോൾ p ആണ്. p സ്മോൾ ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ n ഇൻറ്റു p എന്തായിരിക്കും? np is equal to 100 into 0.03 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഈ 3 കണ്ടീഷനും അനുസരിക്കുന്നത് വെൻ n is large, p is small and np is a finite quantity, ഈ കണ്ടീഷൻ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ will tend to a Poisson distribution എന്ന് പറയും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആവുകയാണെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു പാരാമീറ്ററേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞ പാരാമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പോയ്സോണിലേക്കുമായിട്ട് മാറുമ്പോൾ ലാംഡ എന്ന് പറയുന്ന പാരാമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു NP, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 ആണ്. അപ്പോൾ നമുക്ക് പറയാം എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് അല്ലേ? അത് ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. വിൽ റൈറ്റ് എക്സ് ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, number of defective bulbs. X follows a Poisson distribution with parameter 3. So what is f of x? F of x is equal to probability of capital X is equal to x, which is e raised to minus lambda, that is e raised to minus 3, lambda raised to x, which is 3 raised to x divided by x factorial. X എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 etc. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് പ്രോബബിലിറ്റിയാണ്? പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്സ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 5 ഡിഫക്റ്റീവ് ബൾബ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡിഫക്റ്റീവ് ബൾബുകളുടെ എണ്ണം നമ്മൾ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സ് 5 ആകുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 3, 3 റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർഡ് പ്രോബബിലിറ്റി നമുക്ക് കിട്ടും.